നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകൾ, ഇപ്പോഴത്തെ അവസ്ഥ, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നതിനെയൊക്കെ കുറിച്ച് ഉള്ള റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയനൊക്കെ സംഭവിക്കുമോ, ഇതിനെയൊക്കെ കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ്സും ടൈംലെസ്സുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. റീഡിംഗ് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോയുടെ അവസാനം ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് പെട്ടെന്ന് തന്നെ വരുവാനും ഇപ്പം നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോള് ചെയ്യുവാനും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷനാണ് വീഡിയോയുടെ അവസാനം പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പാക്കാതെ കാണുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ ഹെയറോഫന്റ്, ദ ലവർ, ക്യൂൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ഫോർ ഓഫ് വണ്ട്, ദ മജീഷ്യൻ, ദ ഹൈ പ്രീസ്റ്റസ്, സെവൻ ഓഫ് കപ്സ്, ദ ഹാങ്ഡ് മാൻ, ക്യൂൻ ഓഫ് വണ്ട്സ്, ദ മൂൺ കാർഡ്, 10 ഓഫ് സോഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന 9 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു നഷ്ടബോധം, അവർക്കിപ്പോൾ ശരിക്കും ഒരു നഷ്ടബോധം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തത് അത് വലിയൊരു നഷ്ടമായി ഭവിച്ചു എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തി നഷ്ടമാക്കിയത് എന്നൊക്കെ ഓർത്ത് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പോലും ആ വ്യക്തിയുടെ ശരിക്കും മനസ്സിൽ എന്താണെന്ന് പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ പറയാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ ശരിക്കും മറന്നുപോയോ? അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകുമോ എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയോ? നിങ്ങൾക്ക് നെക്സ്റ്റ് അടുത്ത റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി കടന്നു വന്നിട്ടുണ്ടോ എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തയിൽ ആ വ്യക്തിക്ക് സ്വസ്ഥമായിട്ടിപ്പോൾ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങളും ആ വ്യക്തിയും നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളും ഒക്കെയായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട്, നിങ്ങൾക്ക് ഒന്നിച്ചൊരു വീട് വെച്ച് സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിനെയൊക്കെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ പല സാഹചര്യങ്ങളിലും ആ വ്യക്തി ഇപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു സെക്കൻഡ് ചാൻസ് ആ വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത തെറ്റിനുമൊക്കെ മാപ്പ് പറയും എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഇപ്പോൾ. മിക്ക സാഹചര്യങ്ങളിൽ ഈശ്വരനോട് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ, നിങ്ങളെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുന്നതിന് മുന്നേയൊക്കെ ഒന്നുകൂടി ചിന്തിക്കാമായിരുന്നു എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ സംഭവിക്കില്ല എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ അല്ലായിരുന്നു മിസ്റ്റേക്ക്, ആ വ്യക്തിയുടെ മാത്രമായിരുന്നു കംപ്ലീറ്റ് മിസ്റ്റേക്ക് എന്നൊക്കെയുള്ള സത്യം ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ ശരിക്കും സ്വസ്ഥമായിട്ടുള്ളൊരു ഉറക്കം പോലും ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മിക്ക ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ ഉറങ്ങാത്ത സമയങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഡിപ്രഷനുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഒരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഒന്ന് സ്വസ്ഥമില്ലാത്ത ജീവിതം, രാത്രി ഒന്ന് ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥ വരിക, മിക്ക ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലൊക്കെ ആ വ്യക്തി ഇരുന്ന് കരയുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഈ ഒരു ഒറ്റപ്പെടൽ, ഈ ഒരു തകർച്ച ആ വ്യക്തിക്ക് താങ്ങാവുന്നതിൽ ഏറെയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതിനെല്ലാം കാരണം ഈ ഒരു തേർഡ് പാർട്ടി ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റാരുടെയോ കൺട്രോളിലാണ് ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും മറ്റൊരാളുടെ അടിമയായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആ വ്യക്തി പറയുന്നതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സൺ എന്തോ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ അവരുടെ അടിമയാക്കി തളച്ചിട്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും മരിച്ച ഒരു അവസ്ഥയിൽ കൂടിയാണ് ജീവിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ ഏകദേശം ഒരു 100% ഉറപ്പിച്ചു കഴിഞ്ഞു. ആ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ കംപ്ലീറ്റ്ലി തകർന്നു. ഇനിയൊരു പുനർജന്മമില്ല, അല്ലെങ്കിൽ ഇനിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് ആ വ്യക്തിക്ക് ലഭിക്കുകയില്ല എന്നുള്ള സത്യം ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ ഇതുപോലെ ചേഞ്ച് ആകുമെന്ന്. ആക്ച്വലി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയതല്ല, അവർക്ക് നിങ്ങളുടെ വ്യക്തി അറിയാത്ത മറ്റൊരു സ്വഭാവം ഉള്ളിലുണ്ടായിരുന്നു. പുറത്തെന്തായിരുന്നോ കാണിച്ചത് അത് ശരിക്കും ഒരു കള്ളത്തരം നിറഞ്ഞ ഒരു മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്വഭാവമായിരുന്നു. ഒരു ക്രൂവലായിട്ടുള്ള ഒരു ഹിഡൻ ക്യാരക്ടർ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഉള്ളിൽ ആ തേർഡ് പേഴ്സൺ ഒളിപ്പിച്ച് വെച്ചിരിപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്കുകൾ അവർ വിശ്വസിക്കാൻ ഇടയായത്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ അടിമയാക്കിയത് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് പല സാഹചര്യങ്ങളിലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് നിങ്ങളുടെ അരികിൽ വന്ന് വഴക്കുണ്ടാക്കുകയും നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ ക്രൂശിതയാക്കിയതും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങളെയും അവരെയും തമ്മിൽ പിരിക്കുവാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ഗെയിം കളിച്ചത് ഈ ഒരു തേർഡ് പേഴ്സൺ ആയിരുന്നു എന്ന സത്യം. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരാളുടെ ശരീരം മുഴുവനും കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ജീവനുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ജീവിതം, പുതിയൊരു റിലേഷൻഷിപ്പും ഒക്കെ അവർ ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അസൂയപ്പെടുന്ന രീതിയിലുള്ള സ്നേഹമായിരുന്നു നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരുന്നത്. ആ ഒരു സ്നേഹത്തിൽ അസൂയപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്ന് പ്രോബ്ലം ഉണ്ടാക്കിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളായിരുന്നു നിങ്ങളുടെ വ്യക്തി ഏറ്റവും പ്രയോറിറ്റി തന്നിരുന്ന നിങ്ങൾക്കായിരുന്നു. ടൈമാണെങ്കിലും സ്നേഹമാണെങ്കിലും കെയറിങ്ങും ഒക്കെ അത് ഈ ഒരു തേർഡ് പേഴ്സണിന് അത് ഒരുപാട് അസൂയ വരുത്തുകയും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അവർക്ക് വേണമെന്ന ചിന്തയാണ്
ഈ ഒരു തേർഡ് പേഴ്സണിനെ കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ തന്നെ സംഭവിക്കുമെന്നാണ്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ തമ്മിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒത്തുചേരുക അല്ലെങ്കിൽ ഒരു റീയൂണിയൻ സംഭവിക്കുക എന്നത് ദൈവത്തിൻ്റെ തീരുമാനമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വില ആ വ്യക്തി തിരിച്ചറിഞ്ഞില്ല. ഈ ഒരു തേർഡ് പേഴ്സണെ കണ്ടപ്പോൾ നിങ്ങളെക്കാൾ ഏറ്റവും നല്ലത് അവരാണ് എന്ന ചിന്തയാണ് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഈ ഒരു ബ്രേക്കപ്പ് എന്നുള്ളത് വെറും ടെമ്പററി മാത്രമാണ്. നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ ഉടനെ തന്നെ സംഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നവരാണ് നിങ്ങളുടെ ഇടയിലാണ് ബ്രേക്കപ്പ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അരികിലെത്തി ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് അപേക്ഷിക്കുകയും മാപ്പ് പറയുകയും നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും നിങ്ങളെക്കുറിച്ചിട്ട് ആ വ്യക്തിയുടെ വീട്ടിൽ സംസാരിച്ച് അത് ഫൈനൽ ഒരു മാരേജിലോട്ട് എത്തിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ പിണക്കമൊക്കെ മാറ്റി നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഓർത്തിട്ട് ശരിക്കും ദുഃഖമുണ്ട്. നിങ്ങളെ ഒന്നുകൂടി അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഡിവോഴ്സ് ചെയ്തിരിക്കുന്നവരാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഇനിയും ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളെ ആരും തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്ക് പോലും നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ സാധിക്കില്ല എന്നിവിടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് ഇനിയും ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ ശരിക്കും ഉരുകിയാണ് ജീവിച്ചത്. നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന്. നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തള്ളി പറയുമെന്ന് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ കരഞ്ഞതിൻ്റെ, നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ ഫലം നിങ്ങൾക്ക് താമസിക്കാതെ ലഭിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള മാരേജ് വരെ എത്തി. ആ ഒരു ടൈമിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ വന്ന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാക്കിയത്, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കി നിങ്ങളുടെ അരികിലേക്ക് തന്നെ തിരികെ എത്തും എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സ് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ഒരാളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. ആ ആളെന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അവരുടെ ജീവിതത്തിലുള്ള വ്യക്തികളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർ എന്തൊക്കെയോ കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അത് സെക്ഷലി ആകാം, അല്ലെങ്കിൽ അവർ ആൽക്കഹോൾ സംബന്ധമായിട്ടുള്ള അഡിക്ഷൻ ആകാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങളും അവരും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. അവരെ നിങ്ങൾക്ക് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന അഫർമേഷൻ നിങ്ങൾ പറയുക. ഉറപ്പായിട്ടും 100% നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ നിങ്ങളെ കാണാൻ വരികയോ ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക, പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലെത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷമായിട്ടിരുന്ന് വേണം ഈ ഒരു അഫർമേഷൻ ചൊല്ലാൻ. നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയം സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് ചൊല്ലുക. ആരും തന്നെ നിങ്ങളെ ശല്യം ചെയ്യാൻ പാടുള്ളതല്ല. മറ്റൊരു സൗണ്ടും ഈ ഒരു അഫർമേഷൻ പറയുന്ന സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടുള്ളതല്ല. അഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം.
ഇത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരുന്നതിനാൽ ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് ഞാൻ ഓരോ തവണയും കേൾക്കുമ്പോൾ അവരുടെ മെസ്സേജ്, അവരുടെ ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോൾ എങ്കിലും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് ഈ ഒരു അഫർമേഷൻ പറയുന്നുവോ അത്രത്തോളം ഫാസ്റ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ ആ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മാത്രം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ലഭ്യമാണ്. നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടിയെ റിമൂവ് ആക്കി കളയുവാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് തരുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്വിച്ച് വേർഡും തരുന്നതാണ്. ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ പില്ലോയുടെ അടിയിൽ എഴുതി വെക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിൽ സ്നേഹത്തോടെ എത്തുകയും ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുന്നതുമാണ്. ഇത് നിങ്ങളുടെ പേരും നാളും എല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കി, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ഓരോ ആൾക്കാർക്കും അവരവരുടെ ആവശ്യങ്ങളും പറഞ്ഞിട്ട് പൂജിച്ച് തയ്യാറാക്കിയിട്ടാണ് ഈ ബ്രേസ്ലെറ്റ്സ് നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഈ നവംബർ മാസം വരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കൃത്യമായി റീഡിംഗ് എടുത്തതിന് ശേഷം അതിന് പരിഹാരം ചെയ്തു തരുന്നതുമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, കരിയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം ബ്രേസ്ലെറ്റ്സും ഏലസും യന്ത്രങ്ങളും പൂജ വരെ നമ്മളിവിടെ ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.